നമസ്കാരം. മാധ്യമങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം വിവാദങ്ങളാണ്. നമ്മൾ വിവാദങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നല്ല കാര്യങ്ങൾ അറിയാതെ പോകുന്നു. നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പതിവ് കുറവാണെങ്കിലും ചെയ്യുന്നത് 10 ഇരട്ടിയാക്കി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. മന്ത്രിമാർ മത്സരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ നടത്തും, കോടികൾ മുടക്കി പത്രങ്ങളിൽ പരസ്യം ചെയ്യും. അതിനില്ലാത്ത മെറിറ്റ് അവരുണ്ടാക്കിയെടുക്കും. എന്നാൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന പല പരിഷ്കാരങ്ങളും ആരും അറിഞ്ഞെന്നേ വരില്ല. അത് പ്രചരിപ്പിക്കാൻ ബാധ്യതപ്പെട്ട സംസ്ഥാനങ്ങളിലെ BJP നേതൃത്വം പോലും അറിഞ്ഞെന്ന് വരാത്ത സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം അതിനിർണായകമായ ഒരു വിജ്ഞാപനം ഗസറ്റിലിറക്കി കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്ത് നിയമമാക്കിയിട്ടുണ്ട്. ഒരു റൂളാണിത്. നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുതിയൊരു റൂള്. ഈ വരുന്ന 20-ാം തീയതി, അതായത് ഫെബ്രുവരി മാസം 20-ാം തീയതി മുതൽ അത് നടപ്പിലാകും. ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് അമെൻഡ്മെന്റ് റൂൾ 2026 എന്നാണിത്. നിലവിലുള്ള IT ഡിജിറ്റൽ എത്തിക്സ് കോഡിൽ വരുത്തിയിരിക്കുന്ന ഒരു അമെൻമെന്റ് അല്ലെങ്കിൽ ഭേദഗതിയാണ്. ഈ ഭേദഗതിയുടെ കാരണം ഫേക്ക് വീഡിയോകളാണ്. നമുക്കറിയാം, നമ്മളൊക്കെ യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ ഒക്കെ തുറന്നാൽ ആദ്യം വരുന്ന ഒരു വീഡിയോ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ഒരു പ്രസ്താവനയാണ്. നിർമ്മല സീതാരാമൻ പറയുന്നു, 22,000 രൂപ നിങ്ങൾ നിക്ഷേപിക്കൂ, നിങ്ങൾക്ക് പ്രതിമാസം 10 ലക്ഷം രൂപ പ്രതിഫലം കിട്ടും. നമ്മളത് നോക്കുമ്പോൾ കൃത്യമായി നിർമ്മല സീതാരാമന്റെ രൂപം, നിർമ്മലയുടെ ഭാഷ, നിർമ്മലയുടെ അതേ ഇംഗ്ലീഷ്, നിർമ്മലയുടെ അതേ ശരീരഭാഷ, അതിശക്തമായ രീതിയിൽ നിർമ്മല ഇത് പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതിയാണ്, സാധാരണ മനുഷ്യരെ സംരക്ഷിച്ചെടുക്കാനുള്ള പദ്ധതിയാണ് എന്ന തരത്തിൽ വരുന്നു. ആ വീഡിയോ പലതരത്തിൽ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നു. ഒരിക്കൽ ഒരു പാർലമെന്റ് ഡിബേറ്റായാണ് രാഹുൽ ഗാന്ധി ഇതൊരു സ്കാമാണ് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ അതേ സ്വഭാവം, അതേ ശബ്ദം, അതേ ശരീരഭാഷ പാർലമെന്റിലാണ്. ഇത് കേട്ട് കൗതുകത്തോടെ നിർമ്മല സീതാരാമൻ ഇരിക്കുന്നു. എണീറ്റ് നിന്ന് അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നു. അങ്ങനെ ഏത് സാധാരണ മനുഷ്യരെയും വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ഇത് പ്രചരിക്കുകയും ഇത് വിശ്വസിച്ച് സാധാരണക്കാർ മുതൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ വരെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഈ സ്കാമിന്റെ ഭാഗമായി പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് എത്ര പേർക്കാണെന്നും എത്ര കോടിയാണ് നഷ്ടമായിരിക്കുന്നതെന്നും ആർക്കും ഒരു നിശ്ചയവുമില്ല. ശതകോടികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയത് ഹൈദരാബാദിൽ ഒരു ഡോക്ടർക്ക് 71 വയസ്സുണ്ട്, 20 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതാണ്. 20, 30, 40 ലക്ഷമല്ല, 1, 2 കോടി വീതം നഷ്ടപ്പെട്ടവരുണ്ട്. 22,000 രൂപയ്ക്ക് 10 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ പിന്നെ എന്താ കുഴപ്പമെന്ന് കരുതി സാധാരണ മനുഷ്യർ വരെ ഈ പദ്ധതിയിൽ ചേർന്നു. അവരൊക്കെ ചേരാൻ കാരണം ഇത് കേന്ദ്ര ധനകാര്യമന്ത്രി നേരിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ടാണ്. ഇത് തട്ടിപ്പാണ് എന്ന് കേന്ദ്ര സർക്കാർ പലതവണ പ്രസ്താവന ഇറക്കുകയും മറുനാടനെ പോലുള്ള മാധ്യമങ്ങൾ പല വീഡിയോകൾ ചെയ്യുകയും ചെയ്തിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. ആ വാർത്തകളെയും ശബ്ദങ്ങളെയും ഒക്കെ അതിജീവിക്കുന്ന തരത്തിൽ ഈ തട്ടിപ്പുകാർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടി. കേന്ദ്രത്തിന് മുൻപിൽ വഴികളൊന്നുമില്ലാതായി. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ നിയമനിർമ്മാണം കൊണ്ടുവന്നത്. ഈ നിയമനിർമ്മാണം നടപ്പിലാവുന്നതോടെ ഇനി ഇതിന്റെ ഉത്തരവാദിത്വം സോഷ്യൽ മീഡിയ കമ്പനികൾക്കാണ്. എന്ന് വെച്ചാൽ ഫേസ്ബുക്കിനും യൂട്യൂബിനും ഗൂഗിളിനും ഇൻസ്റ്റായ്ക്കും ഒക്കെ, അതായത് ഇവരുടെ കമ്പനികൾ, മെറ്റയും ഗൂഗിളും പോലുള്ള ഇവരുടെ കമ്പനികൾക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം. പുതിയ റൂളിലെ സെക്ഷൻ 41A അനുസരിച്ച് ഏതെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ഇത് AI ജനറേറ്റഡ് ആണോ എന്ന് ചോദിക്കേണ്ട ബാധ്യത ഈ സോഷ്യൽ മീഡിയ കമ്പനികൾക്കുണ്ട്. ആ ചോദിച്ചാൽ മാത്രം പോരാ, ആണോ അല്ലയോ എന്ന് ഉറപ്പാക്കുകയും വേണം. ഇത് AI ജനറേറ്റഡ് ആണെങ്കിൽ അത് കൃത്യമായി ഇത് AI ജനറേറ്റഡ് ആണ്, സത്യമല്ല, ഫേക്ക് ആണ് എന്ന് എഴുതി വയ്ക്കണം. എഴുതി വെച്ചില്ലെങ്കിൽ കമ്പനികൾ കേസിലെ പ്രതികളാവും. ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ആര് അപ്ലോഡ് ചെയ്തു, എപ്പോൾ അപ്ലോഡ് ചെയ്തു എന്നതിൻ്റെ വിശദാംശങ്ങളും കമ്പനികൾ സൂക്ഷിക്കണം. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ചോദിച്ചാൽ അത് കൈമാറണം. ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോയിൽ മാറ്റം വരുത്താനോ തിരുത്തൽ വരുത്താനോ അവസരം ഈ അപ്ലോഡ് ചെയ്തവർക്ക് കൊടുക്കാനും പാടില്ല. എന്ന് മാത്രമല്ല, ഈ പുതിയ റൂൾ അനുസരിച്ച് ഇതൊക്കെ നിലവിലുള്ള മറ്റ് ക്രിമിനൽ നിയമങ്ങളുമായി ബന്ധപ്പെടുത്തി. എന്ന് വെച്ച് എക്സ്പ്ലോസീവ് ആക്ട്, പോക്സോ ആക്ട്, ഭാരതീയ ന്യായ സംഹിത, ഈ 3 നിയമങ്ങളുമായി ബന്ധപ്പെടുത്തി. ഈ 3 നിയമങ്ങളുടെയും പരിധിയിൽപ്പെടുന്ന എന്തെങ്കിലും കുറ്റകൃത്യം, അതായത് വ്യാജരേഖ നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വ്യാജമായി നിർമ്മിച്ചിട്ട് അയാളുടെ പേരിൽ തട്ടിപ്പിന് നടത്തുന്നു, കുട്ടികളെ ദുരുപയോഗിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് സ്ഫോടന സാധനങ്ങളെ പ്രചരിപ്പിക്കുന്നു, ഇത്തരത്തിലുള്ള ഫേക്ക് വീഡിയോകൾ ഉണ്ടാക്കിയാൽ നിലവിലുള്ള ഈ 3 നിയമങ്ങൾ അനുസരിച്ച് കേസെടുക്കാൻ വകുപ്പ് കൊടുത്തു.
എന്ന് വെച്ചാൽ ആരാണോ അപ്ലോഡ് ചെയ്യുന്നത് അവരുടെ വിശദാംശങ്ങൾ കമ്പനികൾ അപ്പോൾ തന്നെ കൈമാറണം. അവർക്കെതിരെ നിലവിലുള്ള നിയമമനുസരിച്ച് കേസെടുക്കും, ജയിലിലടയ്ക്കും, അവരുടെ അക്കൗണ്ട് പൂട്ടും. എന്ന് മാത്രമല്ല, ഒരു വീഡിയോ മാറ്റണമെന്ന് ഈ സോഷ്യൽ മീഡിയ കമ്പനികളോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടാൻ നിലവിലുള്ള കാലാവധി 36 മണിക്കൂർ. ആ 36 മണിക്കൂർ 3 മണിക്കൂറായി കുറച്ചു. അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഒരു വീഡിയോ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാൽ 3 മണിക്കൂറിനകം മാറ്റണം. മറ്റ് നിബന്ധനകൾ 24 മണിക്കൂറിനകം മാറ്റിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങളിൽ 12 മണിക്കൂറാക്കി കുറച്ചു. 15 ദിവസത്തിനകം നീക്കണം എന്നത് 7 ദിവസമാക്കി കുറച്ചു. ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ കൂടി വരുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഫെബ്രുവരി മാസം 20-ാം തീയതി മുതൽ ആരെങ്കിലും ഫേക്ക് വീഡിയോകൾ ഇറക്കിയാൽ, ആ ഫേക്ക് വീഡിയോകൾ ഉപയോഗിച്ച് തട്ടിപ്പിനിറങ്ങിയാൽ അവർ ജയിലിലാവും. നിലവിലുള്ള നിയമങ്ങളെല്ലാം ഈ ഫേക്ക് വീഡിയോകളുടെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യം ചുമത്താനുള്ള കാരണങ്ങളായി മാറും. സോഷ്യൽ മീഡിയ കമ്പനികൾ ഇതിന് അന്വേഷണ ഏജൻസികളോട് സഹകരിക്കേണ്ടത് അവരുടെ ബാധ്യതയായി മാറും. ഈ സോഷ്യൽ മീഡിയ കമ്പനികൾ തന്നെ ഇവയെല്ലാം വ്യാജമാണ്, ഫേക്കാണ് എന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യണം. എന്ന് വെച്ചാൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ അടയ്ക്കുന്നില്ല, ആ സാധ്യതകൾ മോശമാക്കുന്ന തരത്തിൽ ദുരുപയോഗിച്ചാൽ അതിന് തടയിടാൻ നിയമം കൊണ്ടുവന്നർത്ഥം. ചില മനുഷ്യാവകാശ പ്രവർത്തകർ ഇതിനെതിരെ രംഗത്ത് വരാനുള്ള സാധ്യതയേറെയുണ്ട്. എന്തായാലും പാവപ്പെട്ട മനുഷ്യന്റെ പോക്കറ്റ് ഇടിക്കുന്ന ഒരു ഭയാനകമായ കൊള്ളയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ അതിശക്തമായ നടപടിയെടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്രയും കാലം വൈകുന്നുവെന്നായിരുന്നു പലരും ചോദിച്ചിരുന്നത്. ഒടുവിൽ അതിന് പരിഹാരമാവുന്നു. നിർമ്മലാ സീതാരാമന്റെ പേരിലോ റിസർവ് ബാങ്ക് ഗവർണറുടെ പേരിലോ എലൻ മസ്കിന്റെ പേരിലോ പ്രധാനമന്ത്രിയുടെ പേരിലോ പോലും ഇനി തട്ടിപ്പ് നടത്താൻ ഇറങ്ങിയാൽ അവർ അഴിയെണ്ണും. പക്ഷെ ഇപ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുന്നു. ഇതിനോടകം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കോടിക്കണക്കിന് പണം നഷ്ടമായിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ ഈ സോഷ്യൽ മീഡിയ കമ്പനിയുടെ സഹായത്തോടെ കേന്ദ്ര സർക്കാരിന് സാധിക്കുമോ?